പ്രേമഗീതമാ എന്നീശുനാഥാ നീ എൻ പ്രേമഗീതമാ എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനും പത്തനംതിട്ട മാക്കാങ്കുന്നിൽ പ്രവർത്തിച്ചു വരുന്ന പ്രകാശധാര സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടറുമായ ഫാദർ റോയി സൈമൺ അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ അടിയത്ത് വീട്ടിൽ എ സൈമൺ ഏലിയാമ്മ ദമ്പതികളുടെ മകനായി ജനനം. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1996 വൈദിക പഠനം ആരംഭിച്ചു. 2000 കോട്ടയം വൈദിക സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കി. തുടർന്ന് പത്തനംതിട്ട മാക്കാങ്കുന്നിൽ ആരംഭിച്ച പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിൻ്റെ ഡയറക്ടറായി നിയമിതനായി. ഞാൻ ഫാദർ റോയി സൈമൺ പ്രകാശധാര സ്കൂളിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. എൻ്റെ അവിടുത്തെ വീട്ടുപേര് അടിയത്ത് നിന്നാണ്. എൻ്റെ മാതാപിതാക്കൾ എ സൈമൺ, അമ്മ ഏലിയാമ്മ സൈമൺ. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. അതിലേറ്റവും ഇളയ ആളാണ് ഞാൻ. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം 10 വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതനായി. അവിവാഹിതനായ വൈദികനായിരുന്നു. അതോടൊപ്പം ഉള്ള മറ്റ് 2 സഹോദരങ്ങൾ, ഒരാൾ അന്നമ്മ മാത്യു സക്കറിയ, ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വിദേശത്തൊക്കെയും പ്രവർത്തിച്ചിപ്പോൾ നാട്ടിലെത്തി പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു സഹോദരൻ കൂടിയുള്ളത് മാത്യു സൈമൺ, ചിറ്റാറിൽ തന്നെ ഒരു ബിസിനസ്സാണ്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് പള്ളിയോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ പള്ളിയിൽ വരുന്ന വൈദികർ, അത് കൂടുതലായിട്ടും റാന്നി പെരുന്നാട്ടിലുള്ള ബദനി ആശ്രമം, അവിടുത്തെ വൈദികരായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നത്. അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം ദേവാലയത്തിലൊക്കെ ചെലവഴിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ അവരോടൊപ്പമൊക്കെ ഒന്ന് ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനും പള്ളിയിലൊക്കെ അങ്ങനെ അവരോടൊപ്പമൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഉൾപ്പെട്ട് പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പള്ളിയോട് ചേർന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ തുടർന്നും വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അതിനൊരു അവസരം ലഭിച്ചു. വൈദിക സെമിനാരിൽ പോകുന്നതിനും അങ്ങനെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെയും സാധിച്ചു. എന്നാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ, ബാല്യകാലത്തിലൊന്നും തന്നെ ഒരു വൈദികനാകണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഭരിച്ചിരുന്നില്ല. ഇതൊരു ദൈവനിയോഗം, ദൈവനിമിത്തം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു വൈദിക പദവിയിലേക്ക് ഒരു പ്രവേശനം എനിക്കും ദൈവം ഒരുക്കി തന്നു. അതേസമയം തന്നെ എനിക്ക് ഈ വൈദിക പദവിയോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഒന്ന് പങ്കാളിയാകണമെന്നൊരു മനസ്സിലൊരു സോഷ്യൽ സർവീസ് അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവം എന്നെ നിയോഗിച്ചു എന്നാണ് എനിക്ക് പറയാനായിട്ട് അതിനെക്കുറിച്ചുള്ളത്. ഈ 2000 പ്രകാശധാര സ്കൂൾ ആരംഭിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേകമായ പഠനത്തിന് അഭിമന്യ യോസേബിയസ് തിരുമേനി എന്നെ ഒന്ന് തിരുവനന്തപുരത്ത് അയച്ച് പഠിപ്പിച്ചു. അന്ന് ഡിപ്ലോമ കോഴ്സുകളാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചില ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള ഫാദർ ഫെലിക്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് CIMR, മുറിഞ്ഞപാലത്തുള്ള CIMR, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നതായ ആ സ്ഥാപനത്തിലാണ് 2000 ഞാൻ ഇതിൻ്റെ പ്രത്യേകമായ പഠനം നടത്തിയത്. സെമിനാരിയിൽ നിന്ന് 96-2000 വർഷത്തെ പഠനം പൂർത്തീകരിച്ച സമയത്താണ് അഭിമന്യ യോസേബിയസ് തിരുമേനി ഈ സ്കൂള് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ
എന്നെ അവിടേക്കൊന്ന് പഠിക്കാനായിട്ട് നിയോഗിച്ചത്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ചിറ്റാറിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പൂർത്തീകരിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലാണ് പൂർത്തിയാക്കിയത്. പ്രീ ഡിഗ്രിയിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നതുകൊണ്ട് ഡിഗ്രിക്ക് സുവോളജിയാണ് മെയിനായിട്ട് എടുത്ത് പഠിക്കാനായിട്ട് സാധിച്ചത്. അതിനുശേഷമാണ് സെമിനാരിയിലേക്ക് അഭിമന്യ യൂസേബിയസ് തിരുമേനി തന്നെയാണ് എന്നെ അയച്ചത്. ആ രീതിയിൽ സെമിനാരി പഠനം നടത്തുന്ന അവസരത്തിലും നമുക്ക് എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഉൾപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ഈ കോട്ടയം പഴയ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ശനിയാഴ്ചകളിലൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള നവജീവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് ശേഷം പോയി അവിടെ കുറച്ച് ശുശ്രൂഷകളൊക്കെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് കുട്ടികൾ പോയി ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ ആൾക്കാർ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ അർഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പ്രവൃത്തിയും കൂടെ ചേർന്ന് പോകുമ്പോഴാണല്ലോ അത് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് നിർത്തിയാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം 2000 ഞാൻ സെമിനാരി പഠനം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ സ്കൂളും ആരംഭിച്ചത്. അപ്പോൾ ഒരു നിയോഗം പോലെ എനിക്കാണ് അത് ആദ്യമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. അതൊരു നിമിത്തമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ആ ഒരു സെമിനാരി പഠനം പൂർത്തിയാക്കിയ വർഷത്തിൽ തന്നെ നമ്മുടെ സ്കൂൾ ആരംഭിക്കുകയും അപ്പോൾ എന്നെ ഒന്ന് പഠിക്കാനായിട്ട് അവിടേക്ക് അയക്കുകയും ചെയ്തു. ഞാൻ അവിടെ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് ക്ലാസ് തുടങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഒറ്റ ഒരു ഒഴിവ് 20 സീറ്റുകളിലൊരു ഒഴിവ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി അവർ സന്തോഷപൂർവ്വം നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു പഠിക്കാനായിട്ടൊരു അവസരം ഈ പ്രത്യേക വിദ്യാഭ്യാസത്തിലൊരു ഡിപ്ലോമ പഠിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം 2001 മുതൽ ഞാൻ ഈ സ്കൂളിൻ്റെ ചുമതലയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെയും ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരിയേറെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുമ്പോഴും അല്ലെങ്കിൽ പരിശീലിപ്പിക്കുമ്പോഴൊക്കെ ഉള്ള ഒത്തിരി സന്തോഷമൊക്കെ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കുട്ടി ഒരു ഭവനത്തിൽ ഭിന്നശേഷിയുള്ളതായ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി ഉണ്ടായിപ്പോയാൽ ആ കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഒരു പക്ഷെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരും ഉന്നതമായിരിക്കുന്നൊക്കെ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധ്യതയുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കുട്ടിയെ ശുശ്രൂഷിക്കേണ്ടി വരുമ്പോൾ അവരുടെ ആ ജോലിക്കുള്ള സാധ്യത ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമായിരുന്ന അതത് സമയത്തുള്ള തെറാപ്പികൾ നൽകുക, പരിശീലനം നൽകുക, അങ്ങനെ എത്രയോ അധികം പ്രതിസന്ധികളാണ് പേരൻസ് നേരിടേണ്ടി വരുന്നത്. കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവരെ കഴിവിടത്തോളം ശൈശവാവസ്ഥയിൽ തന്നെ അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അവരുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നതിനും പ്രയാസങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനും നമ്മൾ പല ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെ ഒരു നല്ല പരിശീലനമൊക്കെ ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതൊക്കെ ശരിയായ രീതിയിൽ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്യുവാനായിട്ട് ഇവിടെ ഒരു ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ എന്നെയും ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് എൻ്റെ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും. അങ്ങനെ കഴിഞ്ഞ 25 വർഷങ്ങളിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കളുടെ പ്രയാസങ്ങളും കണ്ണുനീരുകളും ഒക്കെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി ഒരു ഭവനത്തിലുണ്ടായാൽ ഉള്ള പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ഈ കുട്ടിയെ പരിശീലിപ്പിക്കും, ആര് കൈകാര്യം ചെയ്യും? മിക്കവാറും എല്ലാ പേരൻസും വിഷമിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ കാലശേഷം ഈ കുട്ടികളെ ആര് സംരക്ഷിക്കും. ഇതൊക്കെ നമുക്ക് ഒത്തിരി പ്രയാസങ്ങളാണ് കുടുംബാംഗങ്ങൾ നേരിടുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ചില മാതാപിതാക്കളെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ മരിക്കാൻ ഇടയാകുന്നതിന് മുമ്പേ, അവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളങ്ങ് മരിക്കണേ എന്നും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പോലുമുണ്ട്. അങ്ങനെ ആരും തന്നെ ചിലപ്പോൾ ഈ ശുശ്രൂഷയൊന്നും ഏറ്റെടുക്കാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ അതായിത്തീരുമെന്നറിയത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറിയ ചെറിയ കുടുംബങ്ങളിൽ, അണുകുടുംബങ്ങളിൽ, മാതാപിതാക്കളും ഒരു സഹോദരനോ സഹോദരി മാത്രമൊക്കെയുള്ള കുടുംബങ്ങളിൽ ഈ കുട്ടികളുടെ ശുശ്രൂഷ ആരേറ്റെടുക്കും? ഇതൊരു വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ വലിയ പ്രയാസത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രയാസത്തിൽ ഞങ്ങളും പങ്കുചേരാം എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ അവർക്ക് കൊടുക്കാനായിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഒന്ന് ഓർക്കുന്നു. പുരോഹിത ശുശ്രൂഷയിൽ 25 വർഷങ്ങൾ പൂർണ്ണമാക്കുകയും കഴിഞ്ഞ 25 വർഷങ്ങളായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കിടയിൽ ക്രിസ്തു സ്നേഹത്തിൽ ശുശ്രൂഷകൾ തുടരുകയുമാണ് ഫാദർ റോയി സൈമൺ. ഞാൻ പ്രധാനമായിട്ടും പ്രകാശധാര സ്കൂളിൻ്റെ ഈ ചുമതലയാണ് വഹിച്ചിട്ടുള്ളത് ഈ 24 വർഷവും. അതോടൊപ്പം തന്നെ ഈ 24 വർഷവും ഈ വൈദികനായ ശേഷം 24 വർഷവും എനിക്ക് പള്ളികളുടെ ചുമതലയുണ്ട്. അത് താരതമ്യേന ചെറിയ പള്ളികളിലാണ്, അംഗസംഖ്യ കുറവുള്ള അംഗങ്ങളുള്ള പള്ളികളിലാണ് ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഒരു പള്ളിയുടെ ചുമതലയിലുണ്ട്. വകയാറിനടുത്തുള്ള കൊല്ലൻപടി സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് കൂടി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ദൈവനിയോഗം ഞാൻ പറയാനായിട്ട് കാരണം, സെമിനാരി പഠനം പൂർത്തിയാക്കുന്ന ഉടൻ തന്നെ എല്ലാവരും തന്നെ ഒരു വൈദികരാകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 2000 വൈദിക പഠനം പൂർത്തീകരിച്ചിട്ട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് വൈദിക പദവിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ കാലത്തിലും ഞാൻ ഈ സ്കൂളിൻ്റെ ചുമതലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. എനിക്ക് ഒരു നിയോഗം ലഭിച്ചിരിക്കുന്നത്, ദൈവനിയോഗം ലഭിച്ചിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെട്ട് പ്രവർത്തിക്കുക എന്നാണ് എൻ്റെ ഒരു എളിയ ചിന്ത. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഈ 2000 ഞാൻ സെമിനാരി പഠനം പൂർത്തീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ സ്കൂൾ ആരംഭിക്കുകയും അതിനുവേണ്ടി ഒരാളെ പഠിക്കാൻ വിടണമെന്ന് ആഗ്രഹിക്കുകയും അത് എനിക്ക് തന്നെ ആ ഒരു നിയോഗമൊക്കെ വന്നു ചേർന്നു. എനിക്ക് ഇന്ന് വരെയും ഇതിനകത്ത് പ്രവർത്തിക്കാനായിട്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും നല്ലതുപോലെ തരും. എൻ്റെ വൈഫ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വെണ്ണിക്കുളത്ത് സഭയുടെ തന്നെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. മക്കൾ 2 പേരാണ്. ഒരാൾ 21 വയസ്സുള്ളൊരു മോനുണ്ട്, ഇപ്പോൾ എറണാകുളത്തൊരു കോഴ്സ് പഠിക്കുന്നു. ഇളയതൊരു മകളാണ്, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ചുമതലയും വഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ കുടുംബങ്ങളിൽ ഈ വൈകല്യം മൂലം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവരൊക്കെയും ഉണ്ട്. എനിക്കറിയാവുന്ന ചില വീടുകളിൽ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിലുണ്ട്. 2 കുട്ടികളുള്ള പല കുടുംബങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഓരോ ദിവസവും അവർക്കുണ്ടാകുന്നത്. അതേസമയം തന്നെ ഒത്തിരിയേറെ കുടുംബങ്ങളിൽ ദൈവം അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ പറയും വാരിക്കോരി നിറച്ചിടിച്ചു കൊള്ളിച്ചൊക്കെ തന്നിരിക്കുകയാണ് ഒത്തിരി കുടുംബങ്ങൾ. അപ്പോൾ എല്ലാവരും തന്നെ അവർക്ക് ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കൂടി ഒന്ന് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കരുതൽ നൽകുകയും ചെയ്യണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്നുള്ള വേദഭാഗം തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതിയാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ അനർത്ഥ ദിവസങ്ങളോ നിമിഷങ്ങളോ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എളിയവരെ, സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ കരുതുകയും ആദരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അനർത്ഥ ദിവസത്തിൽ നമുക്ക് വലിയൊരു വിടുതൽ അതിലുണ്ടാകുമെന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമ്മൾ എളിയവരെ കരുതി ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നമുക്കൊരു വിടുതൽ
അവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും പ്രയാസം അനുഭവിക്കുന്നവർ, ബലഹീനതയുള്ളവർ നമ്മളോടൊപ്പം ചുറ്റുപാടിലുമൊക്കെ ഉണ്ട്. അവരെ കരുതി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ് എനിക്കൊരു സന്ദേശമായിട്ട് ഇതിനോടകം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ 2000 മുറിഞ്ഞപാലം, അതായത് തിരുവനന്തപുരത്ത് പട്ടത്തിനടുത്തുള്ള മുറിഞ്ഞപാലം CIMR ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്, ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടൊരു വൈദികൻ അതിന് വേണ്ടി പോയി പഠിക്കുന്നത് ഞാനായിരിക്കും. മറ്റുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഫാദർ ഫെലിക്സ് ആണ് ഈ കേരളത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളും പരിശീലന പദ്ധതികളൊക്കെയും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ പ്രതിഭാശാലിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഫാദർ ഫെലിക്സ്. അദ്ദേഹം വളരെ കാർക്കശ്യക്കാരനാണ്. അദ്ദേഹം ഏത് കാര്യങ്ങളും നിശ്ചയിച്ചാലും അതെല്ലാം സാധിക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായിരിക്കുന്ന പരിശ്രമം നടത്തുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ പരിശീലനം നേടിയിട്ടുള്ളവർക്കറിയാം, നല്ല കൃത്യതയോടുകൂടിയുള്ള പരിശീലനമാണ് അദ്ദേഹം നൽകുന്നത്. കുഞ്ഞുങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച് അവരെ ശുശ്രൂഷിച്ച് പരിശീലനം നേടും. ചിലപ്പോൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അത്രയും ഒരു കാർക്കശ്യം ഉണ്ടോ എന്നെനിക്കറിയാൻ പറ്റില്ല. അവർക്കൊക്കെ ഡിഗ്രിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ ലഭിക്കും. പക്ഷെങ്കിൽ ഇത് ആ കുട്ടികളോട് ഇഴുകിച്ചേർന്ന് അവരുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുക, കുറവുകളൊക്കെ കുറച്ചു കൊണ്ടുവരിക, ആ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു പരിശീലനം പദ്ധതിയായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നത്. അങ്ങനെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രംഗത്ത് താല്പര്യപൂർവ്വം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫാദർ ഫെലിക്സ്. അതിനു മുമ്പ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു താല്പര്യം മുൻനിർത്തി പ്രവർത്തിച്ചിട്ടുള്ളത് ഫാദർ ഫെലിക്സ് ആണ് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് ഒരു കുറവുമില്ലാതെ മാറ്റമില്ലാതെ പറയാനായിട്ട് സാധിക്കും. നിരന്തരമായ ദൈവികമായ അനുഭവങ്ങളാലും നിരന്തരമായ ദൈവികമായ ശുശ്രൂഷകളാലും തൻ്റെ പൗരോഹിത്യ ജീവിതം തുടരുകയാണ് ഫാദർ റോയി സൈമൺ. കഴിഞ്ഞ 25 വർഷങ്ങളായി ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഫാദർ റോയി സൈമൺ അച്ഛൻ നേതൃത്വം നൽകി വരുന്നത്. നമ്മളിപ്പം പ്രകാശധാര സ്കൂൾ 25 വർഷങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ജൂബിലി വർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം അത് നല്ല ഒരു സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിലും നമ്മളൊരു വിഭാഗം വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ് അവരുടെ പദ്ധതി പ്രകാരമൊക്കെ പണിതിട്ടുള്ളതായതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്കൂളിന് എല്ലാം അനുയോജ്യമായിട്ടൊന്നും ആക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ക്യാമ്പസ് അതിനുവേണ്ടി ക്രമീകരിക്കുക എന്നുള്ളതാണ് തുടർന്നുള്ള ഒരു ലക്ഷ്യം. ഭിന്നശേഷി സൗഹൃദമായിരിക്കുന്ന ഒരു ബിൽഡിങ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കൂടുതൽ കുട്ടികളെ നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വീൽ ചെയർ അതുപോലെയുള്ള സഹായങ്ങളോടൊക്കെ കൂടി വരുന്നവർക്ക് ഈ ക്ലാസ് മുറികളിലൊക്കെ പ്രവേശിക്കുന്നതിനൊക്കെ ഇവിടുത്തെ സൗകര്യങ്ങൾ വളരെ ഒരു പോരായ്മയായിട്ട് നിലകൊള്ളുകയാണ്. അപ്പോൾ ഇനിയൊന്നും മനോഹരമായിരിക്കുന്ന അനുയോജ്യമായിരിക്കുന്ന ഒരു ബിൽഡിങ് ഉണ്ടായെങ്കിൽ മാത്രമേ കൂടുതൽ കുട്ടികളെ അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് തുടർന്നുള്ള നാളുകളിൽ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഭിന്നശേഷി സൗഹൃദമായിരിക്കുന്ന ഒരു ബിൽഡിങ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ബോർഡിങ്ങുകൾ, അതോടൊപ്പം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ വീടുകളിലൊക്കെ താമസിക്കുവാനായിട്ട് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ആജീവനാന്ത താമസ സൗകര്യം ഒരുക്കുന്ന ക്രമീകരണങ്ങളൊക്കെയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു ചിന്ത മനസ്സിലുള്ളത്, ഈ കുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കൾക്കും സ്റ്റേ ചെയ്ത് അവരെ പഠിപ്പിക്കുന്നതിനൊക്കെയുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങളൊക്കെയും
ഒരുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനെല്ലാം കൂടി ഒരു 3-4 ഏക്കർ സ്ഥലം ഒക്കെ ഉള്ള ഒരു ക്യാമ്പസാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ വലിയ കുറവുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം എല്ലാ കരുണയും ചെയ്തു. അതത് സമയത്ത് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതും മനസ്സിലൊരു ലക്ഷ്യമാണ്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നല്ലൊരു സ്കൂൾ ബിൽഡിങ്, ബോർഡിങ്ങുകൾ, മുതിർന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, കുടുംബാംഗങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഒന്നൊരുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ലക്ഷ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ സെമിനാരി പഠനത്തിന് വേണ്ടി അയച്ചിട്ടുള്ളത് ഏറ്റവും ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനിയാണ്. തിരുമേനി നല്ല ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും കൃത്യനിഷ്ഠയും സത്യസന്ധതയും പാലിക്കുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. സെമിനാരി അധ്യാപകനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ തുമ്പോണദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന സമയത്ത് അദ്ദേഹം കർശനമായിരിക്കുന്ന നിലപാടുകളൊക്കെയാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന നിലപാടുകൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് ലഭിക്കുന്നതായിട്ടുള്ള ഓരോ താലന്തുകളും അല്ലെങ്കിൽ സമ്പത്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നാലും അദ്ദേഹം ഏറ്റവും കൃത്യതയോടുകൂടിയാണ് അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു ചെറിയ കാര്യം പോലും നഷ്ടപ്പെടുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധയും സമൂഹത്തോടുള്ള ഒരു കരുതലും ദീർഘവീക്ഷണവും ഒക്കെയാണ് ഈ തുമ്പോണദ്രാസനത്തിൽ പല സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും നോക്കിക്കാണുവാനും എനിക്കും സാധിച്ചിട്ടുണ്ട്. യൗസേബിയോസ് തിരുമേനിക്ക് ശേഷം വന്നിട്ടുള്ള കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തിരുമേനി ഈ അഗതികളായിട്ടുള്ളവർക്ക് വേണ്ടി ഒത്തിരിയേറെ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്രാപ്പോലീത്തയാണ്. അദ്ദേഹം ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന അവസരത്തിലും പല സ്ഥാപനങ്ങളുടെയും അതുപോലെ വൃദ്ധമന്ദിരങ്ങളുടെയും ഒക്കെ ചുമതല അദ്ദേഹം ഇപ്പോഴും വഹിക്കുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒത്തിരി കരുതൽ ചെയ്തിട്ടുള്ള ക്ലിമ്മീസ് തിരുമേനിയുടെ ജീവിതവും നമുക്കൊക്കെ ഒരു വലിയ പ്രചോദനമായി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ തുമ്പോണദ്രാസന മെത്രാപ്പോലീത്തായിരിക്കുന്ന എബ്രഹാം മാർ സെറാഫീം തിരുമേനി ഈ നിലയിൽ ഇപ്പോൾ എല്ലാ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളെയും കരുതുകയും ആവശ്യമായിരിക്കുന്ന കൈത്താങ്ങലുകളൊക്കെയും നൽകുകയും ചെയ്യുന്ന ഒരു മെത്രാപ്പോലീത്താണ്. അതുകൊണ്ട് എൻ്റെ ഈ വൈദിക ജീവിത കാലയളവിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഈ 3 പിതാക്കന്മാരും നല്ലൊരു കരുതൽ എപ്പോഴും ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും നൽകിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിതവും മാതൃകയും നമുക്കൊരു വലിയ പ്രചോദനമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനും പത്തനംതിട്ട മാക്കാങ്കുന്ന് പ്രകാശധാര സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ റോയി സൈമണച്ചൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.